ഞാൻ ഈ MLA പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ഈ MLA ചൂണ്ടിക്കാട്ടിയത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ചില സ്റ്റൈലുകളുടെ ഒരു പരിണത ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് വളരെ പരിതാപകര രീതിയിലാണ് പലപ്പോഴും കട ഉദ്ഘാടനത്തിനും മറ്റും ഈ നടന്മാർ വരുന്നത്. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല പരിപാടികളും ഒപ്പിക്കുന്നതാണത്. ഇനി അഥവാ ആരെങ്കിലും നിങ്ങളിട്ട ഡ്രസ്സ് ശരിയായില്ല, നല്ല രീതിയിൽ ഇട്ടൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ ശത്രുവായി കരുതുകയും അയാൾ തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണെന്ന് പറയുന്ന രീതിയാണ് ഇന്നുള്ളത്. ഈ ഡ്രസ്സ് നല്ല രീതിയിൽ ധരിക്കുന്നു എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും ഇഷ്ടമല്ല. അവരത് അംഗീകരിക്കുകയും ചെയ്യില്ല. കൂടുതൽ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അയാൾ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കുന്ന നയമാണ് പല സ്ത്രീകളും കാഴ്ചവെക്കുന്നത്. ഇത് തെറ്റായ നയമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രോമമില്ലാത്ത ശരീരം കണ്ടു കഴിഞ്ഞാൽ വികാരം വരും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വികാരം ഉണർത്തിയാലേ വികാരം വരുള്ളൂ. ഇതുകൊണ്ടാണ് സ്ത്രീകളോട് ഫുൾ വസ്ത്രധാരണം നടത്താനും പുരുഷന്മാർക്ക് ഇത് വലിയ പ്രശ്നമില്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ചില സ്ത്രീകൾ ചോദിക്കും, എന്തിനാണ് പുരുഷന്മാർ ചെറിയ വസ്ത്രങ്ങളിട്ട് അതെന്താ പറയാതെ, സ്ത്രീകളോട് മാത്രം എന്താ പറയുക? ഇതാണ് കാരണം. അത് ആലോചനയിൽ. മാത്രവുമല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രോമമുള്ള ശരീരമാണ് കൂടുതലും. ഈ രോമം പല ത്വക്ക് രോഗങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വസ്ത്രം ഫുള്ള് ഇട്ട് സംരക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ സ്ത്രീകളുടെ ശരീരം രോമമില്ലാത്തത് കൊണ്ട് പല ത്വക്ക് രോഗങ്ങളും അതുപോലെ പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് മുതൽ ഈ വസ്ത്രം സ്ത്രീകൾ ധരിക്കണമെന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നത് കാണാം, കാണുന്നവരുടെ കണ്ണിലെ കരടാണ് പ്രശ്നം, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് വിഷയം. അങ്ങനെയല്ല. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുതലായാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. അത് നോട്ടത്തിൻ്റെ പ്രശ്നം ഒന്നുമല്ല. ഹോർമോൺ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് ഇതുപോലെ നോക്കേണ്ടതായിട്ട് വരും. അത് അവരുടെ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലം. പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ ഇതുപോലെ ഡ്രസ്സുകൾ ഇടുന്നത്. ചില സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന നിങ്ങൾക്ക് എന്താ കുഴപ്പം? കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതല്ല, ആളെ കൂട്ടാൻ പറ്റുന്ന ഡ്രസ്സ് ഇടുന്നു എന്ന് ആണ് തിരിച്ച് പറയേണ്ടത്. ഈ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ രോമമില്ലാത്ത ശരീരം കാണുമ്പോൾ വികാരം ഉണരുന്നതിൻ്റെ പ്രധാന കാരണം പുരുഷന്മാരിൽ അടങ്ങിയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമാണ്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് പുരുഷന്മാരിൽ വികാരവും കൺട്രോളും എല്ലാം ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സ്ത്രീകളിൽ പ്രോസ്റ്റജൻ, ഈസ്ട്രജൻ എന്നീ 2 ഹോർമോണുകളുണ്ട്. ഇതിൻ്റെ പ്രവർത്തന ഫലമായി അവർക്ക് ആരെങ്കിലും ഉത്തേജിപ്പിച്ചാലേ വികാരം വരികയുള്ളൂ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഡ്രസ്സ് മര്യാദയ്ക്ക്